എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ലോകം മുഴുവനും പെസഹ ആചരിക്കുകയാണല്ലോ. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്കൽ എന്നാണെന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനം പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന്, ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിച്ചത് അവരുടെ ദിനരോധനം അവർ ദൈവത്തിൻ്റെ കർണപടങ്ങളെത്തിയപ്പോൾ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത വാഗ്ദാനം ദൈവം ഓർത്തു. മോശയെ തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പുറപ്പെട്ട ദിവസമാണ് പെസഹ ഇസ്രായേൽ ജനം ആഘോഷിക്കുന്നത്. ആണ്ടുതോറും അവരാഘോഷിക്കണമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ ദൈവം അവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നൽകി. എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ, മോശയ്ക്ക് പകരമായിട്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രന്റെ വാക്ക് കേൾക്കും, പുത്രൻ വഴി രക്ഷ നേടണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവപുത്രനായ യേശു ലോകത്തിലേക്ക് വന്നു, നിയമത്തെ പൂർത്തീകരിച്ചു. അവിടുന്ന് സ്ഥാപിച്ചു പെസഹ. അവിടുന്ന് സിയോൻ മാളികയിലെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി. അവിടുന്ന് സ്ഥാപിച്ച പെസഹ ആദ്യത്തെ പെസഹ അല്ല ഈശോ സ്ഥാപിച്ചത്. ആദ്യത്തെ പെസഹ മോശ സ്ഥാപിച്ചതാണ്, മോശയിലൂടെ ദൈവം സ്ഥാപിച്ചതാണ്. എന്നാൽ പുതിയ പെസഹ യേശുക്രിസ്തുവിലൂടെയാണ് സ്ഥാപിച്ചത്. ക്രിസ്ത്യാനികളായ നമ്മൾ യേശുക്രിസ്തു സ്ഥാപിച്ച പെസഹയാണ് ആചരിക്കേണ്ടത്. അത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ മാതൃക നോക്കിക്കൊണ്ടാണ്, തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നോക്കിക്കൊണ്ട് പങ്കുവെക്കലിൻ്റെ ശുശ്രൂഷയാണ് അവിടുന്ന് സ്ഥാപിച്ചത്. ഈ പെസഹയാണ് നമ്മുടെ പുതിയ നിയമത്തിലെ പെസഹ. അതാണ് പഴയ നിയമത്തിലെ പെസഹ അല്ല, പുതിയ നിയമത്തിലെ പെസഹ. പുതിയ നിയമത്തിലെ പെസഹ നമ്മുടെ സ്വാർത്ഥതയുടെ തല തകരണം, അനുസരണക്കേടിൻ്റെ തല തകർക്കുകയാണ്. അനുസരണക്കേടിൻ്റെ ശിക്ഷ അനുഭവിച്ച് അടിമത്തിൽ നിന്ന് ദൈവം അവരുടെ കഷ്ടതയ്ക്ക് വിട്ടുകൊടുത്തിട്ട് സഹനത്തിന്